ഇപ്പോൾ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ തത്സമയം. അല്ലല്ല അല്ല അല്ല ഡീറ്റെയിലേക്ക് അത് ആക്സിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞൊന്നുമല്ല. അത് ഡീറ്റെയിൽ ആരാണ് ഉത്തരവാദി എന്നുള്ള നിലയ്ക്ക് ഉള്ള അന്വേഷണം നടത്തിയിട്ടില്ല. അത് അന്വേഷിക്കാനാണ് ചുമതലപ്പെടുത്തി. അന്വേഷിച്ചിട്ടില്ലേ നടപടി എടുക്കാൻ പറ്റുള്ളൂ. അന്വേഷിക്കാതെ നടപടി എടുക്കാൻ പറ്റില്ലല്ലോ, ജനാധിപത്യമല്ലേ. അപ്പോൾ അത് നാളേക്ക് അവർക്കൊരു സൗകര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ അന്വേഷിക്കാതെ നടപടി എടുത്താൽ. അത്രയാണ്. ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒരാഴ്ച തരും. ഡിപ്പാർട്ട്മെൻറ്റിന് അത് എനിക്ക് കിട്ടുമല്ലോ. അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെയാണ് തകരാറ് വന്നത്. ഇതിലെന്താ അറിയോ, നിങ്ങൾ തന്നെയാണ് മീഡിയ തന്നെ പലപ്പോഴും കുഴപ്പമുണ്ടാക്കുക. ഒരു പോസ്റ്റ് മാറ്റാൻ പോയാൽ അതിന് ജനങ്ങൾ പ്രതിഷേധം കൂട്ടും, അതിന് വലിയ വാർത്തയാക്കി കൊടുക്കും. അത് മീഡിയ തന്നെയാണ് ഒരു പരിധിവരെ ഈ തടസ്സം നിൽക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും കൂടി നമുക്ക് സഹകരിച്ചാൽ ഒരാളുടെ മരണമില്ലാതെ നമുക്ക് കഴിക്കാൻ സാധിക്കും. എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം നടത്തിയിട്ടുണ്ട്. ഒരാഴ്ചൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് കിട്ടും. സംസാരിക്കുകയായിരുന്നു സലീം മാലിക്. വീണ്ടും ശാസ്താംകോട്ടയിൽ നിന്ന് ചേരുകയാണ്. മോർച്ചറിയിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം എത്രയും പെട്ടെന്ന് കിട്ടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പറയൂ സലീം മാലിക്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ എം പി എത്തിയ ഒപ്പം തന്നെ കോവൂർ കുഞ്ഞുമോൻ MLA ഏറെ സമയമായി ഇവിടെ തന്നെയുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വിട്ടുകിട്ടും. അതിന് പിന്നാലെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ആംബുലൻസിൽ കയറ്റിയതിന് ശേഷമാകും ഇവിടെ നിന്നും വിലാപയാത്രയായി സ്കൂളിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ നിന്നും ഈ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൈനാഗപ്പള്ളിയിലേക്ക് ഈ സ്കൂളിലേക്ക് തേവലക്കരയിലെ ഈ സ്കൂളിലേക്ക് 5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. പക്ഷേ അത് എത്ര സമയം കൊണ്ട് നമുക്ക് അവിടേക്ക് എത്താൻ കഴിയും എന്നുള്ളത് വളരെ പതിയെ മാത്രമേ ഈ വാഹനം സഞ്ചരിക്കൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യസമയം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പൊന്നുമോനെ കാണാൻ വഴിയരികിൽ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സ്കൂളിൽ വലിയ ജനസഞ്ചയത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും സ്കൂളിലേക്ക് എത്തിച്ചാൽ 12 മണി വരെ സ്കൂളിൽ പൊതുദർശനം, അതിനുശേഷം പടിഞ്ഞാറേക്കല്ലടയിലുള്ള മിഥുന്റെ വീട്ടിൽ പൊതുദർശനവും മറ്റ് ചടങ്ങുകളും. 4 മണിയോടുകൂടി ഈ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കണം എന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം കുട്ടിയുടെ അമ്മ 2 മണിയോടുകൂടി മാത്രമേ ഇവിടേക്ക് എത്തൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള തിരക്ക്, എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്ക് ഈ ശാസ്താംകോട്ടയിലേക്ക് എത്തേണ്ട വലിയ തിരക്ക് കൂടി ഉള്ളതിനാൽ തന്നെ, മാത്രമല്ല അത്രയധികം ആളുകളും മിഥുൻ അവസാന യാത്ര അന്തിമോപചാരം അർപ്പിക്കാനും അവസാന യാത്രയാക്കാനുമായി എത്തും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനിടയിലാണിപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടത്. മാധ്യമങ്ങളാണ് ഈ പോസ്റ്റ് മാറ്റുന്നതിനൊക്കെ തടസ്സം നിൽക്കുന്നത് എന്നുള്ള വിചിത്രവാദമാണ്. KACBയുടെ തന്നെ അന്വേഷണത്തിൽ KACBക്ക് വീഴ്ച കണ്ടെത്തിയ ഒരു സംഭവം, മാത്രമല്ല അതിഗുരുതരമായ ഒരു സംഭവം. അതിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി മാധ്യമങ്ങൾക്ക് മേൽ പഴിചാരുന്നത് എന്തുകൊണ്ടെന്നറിയില്ല എന്നുള്ളത് കൂടി പറയട്ടെ. എന്തായാലും ശരി, ഇപ്പോൾ ഈ നമ്മുടെ മുൻപിലുള്ളത് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വലിയ സത്യമാണ്. അതും സ്വന്തം ആവശ്യത്തിനല്ല, അപരന്റെ വേദനയും അപരന്റെ വിഷമവും മനസ്സിലാക്കുന്ന ഒരു മിടുക്കനായ കുട്ടി, അതാണ് മിഥുൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. കാരണം സ്വന്തം ആവശ്യത്തിനോ സ്വന്തം ചെരുപ്പെടുക്കാനോ അല്ല ആ സ്കൂളിന് മുകളിലേക്ക് മിഥുൻ കയറിയത്. അതിന് പകരം മറ്റൊരു കൂട്ടുകാരന്റെ സുഹൃത്തിന്റെ ചെരുപ്പിന്റെ പോലും വിലയറിയുന്ന, അത്രയും ഭക്ഷണത്തിന്റെ വിലയറിയുന്ന, ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന മിഥുൻ എന്ന കുഞ്ഞുകുട്ടി, പഠിക്കാൻ മിടുക്കനായിരുന്ന ആ കുട്ടി ഏറ്റവും അവസാനം അവന്റെ പുസ്തകങ്ങളും ബാഗും ഒക്കെ ആ ക്ലാസ് മുറിയിൽ ഉപേക്ഷിച്ച് അവനവന്റെ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുന്ന നിമിഷങ്ങളിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇതേ വഴിയിൽ, ഇതേ ശാസ്താംകോട്ടയിൽ, ഇതേ വഴിത്താരയിലൊക്കെ പഠിച്ചു മിടുക്കനായി വലിയവനായി വരേണ്ടിയിരുന്ന ഒരു കുരുന്നു ജീവനാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെയും മനസ്സിലാക്കുന്ന മിടുക്കനായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് അധികൃതരുടെ അലംഭാവം മൂലം, അനാസ്ഥ മൂലം
ജീവൻ പൊലിഞ്ഞ് ഇപ്പോൾ അവൻ്റെ അന്ത്യയാത്രയ്ക്കൊരുങ്ങുന്ന കാഴ്ച. അതിനൊരു നാടൊന്നാകെ മിഥുന് അന്ത്യയാത്ര അയക്കാനായി ഇവിടേക്ക് തടിച്ചുകൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയുടെ പരിസരം, അത് ഈ മോർച്ചറിക്ക് മുൻപിൽ മാത്രമല്ല, ഈ മുറ്റം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ പലവിധ രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, നേതാക്കന്മാരുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. അതിനുമപ്പുറത്തേക്ക് ശാസ്താംകോട്ടയിലെ സാധാരണക്കാരായ നിരവധി ജനങ്ങളുണ്ട്, സ്ത്രീകളും കുട്ടികളടക്കമുള്ളവരുമുണ്ട്. ഒപ്പം തന്നെ അവനോടൊപ്പം ക്ലാസ് മുറിയിൽ കളിച്ചു ചിരിച്ചിരുന്നവരും പഠിച്ചവരും ഒപ്പം കൂടിയിരുന്നവരും ഒക്കെ കഥ പറഞ്ഞവരും. സലീം മാലിക്കാണ് ശാസ്താംകോട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശാസ്താംകോട്ടയിൽ നിന്ന് മൃതദേഹം നേരെ സ്കൂളിലേക്കായിരിക്കും, തേവലക്കരയിലെ സ്കൂളിലേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ പൊതുദർശനം ഉണ്ടാകും.